ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയാണ് ഇത് നമ്മളിലേക്ക് തരുന്നത്. ആ കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് മൈ പേഴ്സണൽ ആപ്പ്, സേവ് ആപ്പ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഡൗൺലോഡ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ. പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അങ്ങനെ അസറ്റ്, ലയബിലിറ്റീസ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ്, DTH, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പർ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് അറിയുന്ന ഭാഷയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു സെറ്റിംഗ് ബട്ടൺ കാണുന്നു, ഒരു ചക്രം പോലെ കാണാൻ പറ്റുന്നു. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രൊഫൈൽ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ഇംഗ്ലീഷ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഏത് ഭാഷയിലാണോ നമുക്ക് വേണ്ടതെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് മലയാളത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി ആപ്ലിക്കേഷനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഉപയോഗിച്ച് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും അതിന്റെ ട്യൂട്ടോറിയൽ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭാഗം ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അതിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ഭാഗവും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതില് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ മാസത്തിലെ വരുമാനവും ചെലവുകളും മനസ്സിലാക്കിയിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സേവ് ആപ്പിന്റെ അക്കൗണ്ടിങ്. അതിൽ കാണുന്ന പേയ്മെന്റ്, റെസിപ്റ്റ് എന്ന് കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസത്തേക്കും വർഷത്തേക്കും ആവശ്യമായി വരുന്ന വിവിധ തരത്തിലുള്ള ചെലവുകള് മുൻകൂട്ടി വേർതിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സേവ് ആപ്പില് ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് അതില് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. വാലറ്റ് ഓരോ മാസവും ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക മുൻകൂട്ടി വാലറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചെലവ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര നീക്കിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അതുകൂടാതെ പിന്നീട് ഒരു ബില്ലിംഗ് ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾക്ക് ബിൽ കൊടുക്കാൻ പറ്റൂട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായി ഉപയോഗിക്കേണ്ട വിധം അതിന്റെ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മൈ ഡയറി, നമ്മുടെ ചിന്തകള്, അതേപോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളൊക്കെ ശബ്ദം നൽകിക്കൊണ്ട് എഴുത്ത് രൂപത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മൈ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൈ ടാസ്ക് എന്താണ് മൈ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരും ദിവസങ്ങളിലെ പ്രധാന പരിപാടികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മൈ ഡ്രീം, നമ്മുടെ ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അസറ്റ്, എന്താണ് നമ്മുടെ അസറ്റ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തും. അതേപോലെ തന്നെ ലയബിലിറ്റീസ്, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണെന്നും തവണകൾ എപ്പോഴാണെന്നും നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ്, വിസിറ്റിംഗ് കാർഡ്, അൺലിമിറ്റഡ് ആയിട്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാട്ടോ. അതേപോലെ തന്നെ പാസ്വേഡ് മാനേജർ, നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ പാസ്വേഡുകളൊക്കെ നമുക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി സേവ് ആപ്പ് നമ്മളെ സഹായിക്കുന്നു. ഡോക്യുമെന്റ് മാനേജർ,
നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന രേഖകളെല്ലാം ഒരേ സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടി സേവ് ആപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സേവ് ആപ്പിൽ സൂക്ഷിക്കുന്ന രേഖകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമ്മുടെ ഫോണിൽ എത്രത്തോളം സേഫ് ആണോ, നമ്മുടെ ഫോണിൽ മാത്രമാണ് ഇതൊക്കെ ശേഖരിക്കുന്നത്. പരസ്യമില്ലാത്തത് കൊണ്ട്, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ രേഖകൾ മുഴുവൻ എന്താണ്, സുരക്ഷിതമാണ്. ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ സൂക്ഷിച്ചു വെക്കാനും തിരിച്ചെടുക്കാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് വെബ്സൈറ്റ് ലിങ്ക്, ഒരുപാട് വെബ്സൈറ്റ് ലിങ്ക് ഉള്ള കാലമാണല്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ കൊടുന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എമർജൻസി നമ്പറുകൾ നമുക്ക് ഇതിൽ കൊടുന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എമർജൻസി നമ്പറുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. എന്നാലാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എവിടെ തരണം, ആരെ വിളിക്കണം, ഒന്നും ഒരു മാനസിക സ്ഥിതി ഉണ്ടായിരിക്കില്ല അല്ലെ. എങ്കിൽ സേവ് ആപ്പിൽ നമുക്ക് പരിഹാരമായിട്ട് അത്യാവശ്യം വരുന്ന മുഴുവൻ നമ്പറുകളും നമുക്ക് ഒരേ സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഈ സേവ് ആപ്പ് നമ്മളെ സഹായിക്കുന്നു. അതിൽ തന്നെ നമുക്ക് കോൾ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനും ഒക്കെ നമ്മളെ ഈ സേവ് ആപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൽ മൊബൈൽ റീചാർജ് ഉണ്ട്, DTH റീചാർജ് ഉണ്ട്. ലോകത്തില് ആദ്യമായിട്ടാണ് ഇത്രയും ഫീച്ചറുകൾ ഒരേ ഒരു ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ട് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരും ആവശ്യമായി വരുന്ന ധാരാളം വ്യക്തികള് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു IT കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ, സ്വന്തമായി നിർമ്മിച്ച ഒരു ആപ്ലിക്കേഷനാണ്. തികച്ചും ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു അല്ലേ? അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട സ്റ്റെപ്പ് എന്താണ്? അതിനെക്കുറിച്ച് ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. കറക്റ്റ് അല്ലേ? സാമ്പത്തിക അച്ചടക്കം. നമ്മുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്, അത് കൃത്യമായി ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ നമ്മൾ ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത് അതിലൂടെ ഒരു വരുമാനത്തിലേക്ക് എത്തിയിട്ട് അതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. നെക്സ്റ്റ്, നമ്മുടെ ബിസിനസ് ആയിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് MySaving.in. MySaving.in എന്നാണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ബിസിനസ് സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പറയുന്ന ഓരോ ബെനിഫിറ്റും കൃത്യമായി നമ്മുടെ ഈ ബിസിനസ് സൈറ്റിൽ കാണിക്കുന്നുണ്ടാകും, നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാകും. എങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MySaving.in ഓപ്പൺ ചെയ്ത് നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യാം. ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് കിട്ടും. ആ ഡാഷ്ബോർഡിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബിസിനസ് എത്രയാണ്, നമുക്ക് എത്രയാണ് വരുമാനം കിട്ടിയത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. എന്ന് ജോയിൻ ചെയ്തു, എന്നിട്ട് എത്രയാണ് നമ്മുടെ ബെനിഫിറ്റ്, എങ്ങനെയാണ് കിട്ടിയത്, പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ എത്രയാണ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ എത്രയാണ് കിട്ടിയത്, ജനറേഷൻ ഇൻസെന്റീവ് എത്രയാണ് കിട്ടിയത്, അച്ചീവ്മെന്റ് ബോണസ് എത്രയാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം കാണിച്ചു തരുന്നുണ്ട്. A to Z കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോലും ഈ ഒരു ബിസിനസ് ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ഇതിൽ മൈ പർച്ചേസ് വാലറ്റ്, അതിൽ നമ്മുടെ പർച്ചേസ് പോയിന്റ് കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ അതിന്റെ താഴത്ത് മൈ ക്യാഷ് വാലറ്റ്, അത് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാലോ മൊബൈൽ റീചാർജ് ഉണ്ട്, അതിലൂടെ വരുമാനം കിട്ടുന്നു എന്നുള്ളതൊക്കെ അറിയില്ലേ. അപ്പൊ അത് എത്ര രൂപ റീചാർജിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണാം. പർച്ചേസ് പോയിന്റ് നോക്കിയാൽ പർച്ചേസ് പോയിന്റ് കാണാം. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട താഴത്ത് കാണിക്കുന്നതാണ് നമ്മുടെ ഷെയർ ലിങ്ക്. ഷെയർ ലിങ്ക് എന്ന് പറയുന്നത് നമുക്ക് ലിങ്ക് മാത്രമായിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. രണ്ടാമത് സേവ് ആപ്പ് കാർഡ് ലിങ്ക്. ആ ലിങ്ക് നമുക്ക് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു ലിങ്കിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ യുവർ വെബ് കാർഡ് ലിങ്ക്, ഞാൻ ഇന്ന് മീറ്റിംഗിൽ ഈ ഒരു പ്രോഗ്രാമിൽ പറയുമ്പോൾ, നമ്മൾ ഒരു ആക്റ്റീവ് യൂസറോ അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്. ആ വെബ്സൈറ്റ് എന്താണെന്ന് കൃത്യമായി ഇത് ആക്റ്റീവും അല്ലെങ്കിൽ ഫാമിലി യൂസർ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. യുവർ വെബ് കാർഡ് ലിങ്ക്,
അതൊന്ന് അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ്. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും ജോലി ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മിനി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കമ്പനി ഒരു അവസരം തരികയാണ്. നിങ്ങൾ ചെയ്യുന്ന കമ്പനി എന്താണോ ആ കമ്പനിയുടെ ലോഗോ വെക്കാം, അതേപോലെ തന്നെ അതിന്റെ വീഡിയോസുകൾ വെക്കാം, അതിന്റെ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, അതിന്റെ പേയ്മെന്റ് ഇൻഫർമേഷനുകൾ എല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ ഒന്നങ്ങ് ക്ലിക്ക് ചെയ്താൽ പേഴ്സണൽ ഇൻഫർമേഷൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാട്ടോ. നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാം, വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്കിവിടെ ആ ഗ്രീൻ കളറിൽ കാണുന്ന സേവ് ബട്ടൺ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഡാകും. അതിനുശേഷം അബൌട്ട് us, നമ്മൾ ചെയ്യുന്ന കമ്പനി എന്താണോ, പ്രോഗ്രാം എന്താണോ, അതിന്റെ നമ്മുടെ ടോട്ടൽ എക്സ്പീരിയൻസ് അത് കൊടുക്കുക, സേവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു 4 യൂട്യൂബ് വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കമ്പനിയോ പ്രൊഡക്റ്റോ പ്ലാൻ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്ര ആയിട്ടുണ്ടോ, ഒരു 10-12 ഫോട്ടോസുകളും അതിന്റെ പ്രൈസും അതിന്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ QR കോഡ്, ഫോൺ പേ നമ്പർ, അതേപോലെ തന്നെ UPI ID, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൃത്യമായി കൊടുത്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു മിനി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റത്തിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ വന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു IT കമ്പനി ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒരുപാട് കസ്റ്റമർ ബേസിലുള്ള ഈ ഒരു കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഒരു പ്രോഗ്രാമാണ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇത് അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്ന, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഈ ഒരു കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ 26ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. കമ്പനിയുടെ പേരൊന്നും കൂടി പറയാം, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്റഗ്ര എന്ന ബ്രാൻഡിലാണ് കമ്പനി അറിയപ്പെടുന്നത്. ഓക്കെ, ഈ കമ്പനി ഓരോ വ്യക്തികൾക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാമെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മളാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ 85 മുതൽ 90% ആരൊക്കെയാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്ക് തന്നെ പലതരത്തിലുള്ള ഇൻകമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ, റാങ്ക് ആൻഡ് ഇൻസെന്റീവുകൾ, ക്ലബ് ബോണസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഇൻകമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ഈ IT കമ്പനിയുമായിട്ട് ഏതെല്ലാം തരത്തിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം, ഈ IT കമ്പനിയുമായിട്ട് ഏതെല്ലാം തരത്തിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത്, അല്ലേ? ഈ ഒരു കമ്പനിയുമായിട്ട് നമുക്ക് 3 തരത്തിൽ അസോസിയേറ്റ് ചെയ്യാട്ടോ. 3 തരത്തിൽ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫ്രീ യൂസർ ആയിട്ട് കടന്നു വരാം. എന്താണ് ഫ്രീ യൂസർ? രണ്ടാമത് നമുക്കൊരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വരാം, ആക്റ്റീവ് യൂസർ. അത് കഴിഞ്ഞാലോ മൂന്നാമത് ഒരു ഫാമിലി യൂസർ ആയിട്ട് നമുക്ക് കടന്നു വരാം, ഫാമിലി യൂസർ. നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് എങ്ങനെ ഇതിലേക്ക് കടന്നു വരണം, ഏത് തരത്തിൽ വരണം, നമുക്ക് തീരുമാനിക്കാം. ഫ്രീ യൂസർ ആവണോ, ആക്റ്റീവ് യൂസർ ആവണോ, ഫാമിലി യൂസർ ആവണോ എന്നുള്ളതിനെ കുറിച്ച്. തീർച്ചയായിട്ടും എന്താണ് ഒരു ഫ്രീ യൂസർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്? ഒരു ഫ്രീ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റിൽ കടന്നു വരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്, 50 രൂപ. അതുകൂടാതെ ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 49 രൂപ കൂടി ലഭിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ 99 രൂപ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ പർച്ചേസ് പോയിന്റ് ഒരു 500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ക്യാഷ് ബാക്ക്, നമുക്ക് ഓരോ റീചാർജ് ചെയ്യുമ്പോഴും
അതിനൊരു ക്യാഷ് ബാക്ക് ഉണ്ട്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അതുകൂടാതെ നമുക്ക് ഈ കിട്ടിയ അവസരം എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാട്ടോ, എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും. എന്താ കിട്ടുന്ന ബെനിഫിറ്റ്? കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് റീചാർജ് ലെവൽ ഇൻകം വളരെ പവർഫുൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞ അൺലിമിറ്റഡ് ആയിട്ട് 20 ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്യാം എങ്കിൽ ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും കിട്ടുന്ന ഇൻകാണ് ഈ ലെവൽ ഇൻകം. നമ്മൾ നേരിട്ട് എത്ര പേർക്കാണോ കൊടുക്കുന്നത്, ഒരാളാവാം, 2 പേരാവാം, 4, 5, 10 അങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ നേരിട്ട് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അതെല്ലാം നമ്മുടെ ഒന്നാമത്തെ ലെവലാണ് എങ്കിൽ അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ നമുക്ക് ലെവലിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ മിനിമം ഒരു 2 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 4 പേര് ഈ 2 പേർക്ക് കൊടുത്ത് 8 പേരാകുകയാണെങ്കിൽ അങ്ങനെ 8 പേര് ഈ 2 പേർക്ക് കൊടുത്ത് 16 പേരാണെങ്കിൽ അങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും ഈ സേവ് ആപ്പിലൂടെ ഓരോ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും 20 ലെവൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ നമുക്ക് ഓരോ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമ്മളിലേക്ക് കിട്ടുന്ന കാശ് 1,46,800 രൂപയാണ്. ഈ ഒരു വരുമാനം ഉണ്ടാക്കാൻ, ഇത് എൻജോയ് ചെയ്യാൻ ഒരാളും ഒരു പൈസ പോലും ആക്ടിവേഷൻ കോസ്റ്റ് കൊടുക്കണ്ട കേട്ടോ. ഒരു പൈസ പോലും ഒരാളും കൊടുക്കണ്ടെന്ന്. മിനിമം 250 രൂപ ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. ഒരു സിംഗിൾ ലൈൻ പോയാലും കിട്ടുന്ന ഇൻകാണ്. ഒന്നും കൂടിയും പറയാം, നമ്മൾ നേരിട്ട് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലിനുള്ളിൽ എത്രത്തോളം ആളുകളുണ്ടോ അവരെല്ലാം റീചാർജ് ചെയ്യുമ്പോൾ എത്ര ആളുണ്ടോ അവരൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ്. എങ്കിൽ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ക്വാണ്ടിറ്റിയുള്ള നമ്മൾ, ഒരുപാട് കണക്ഷൻസ് ഉള്ള നമ്മൾ, നമ്മുടെ കയ്യിൽ ഒരുപാട് കോണ്ടാക്ട് ഉണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അല്ലെ. ഇവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു, റീചാർജ് ചെയ്യുന്നു, അവർക്കും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഈ 2 പകരം ഒരു 4, 5, 10 പേർക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ലെവൽ ഇൻകം എത്രത്തോളം കിട്ടുമെന്നുള്ളത് നിങ്ങൾ ഒന്നങ്ങ് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം എൻജോയ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ യൂസർ ആയാൽ പോലും ഇത്ര വരുമാനം കിട്ടുമെങ്കിൽ എത്ര പേർക്ക് കൊടുക്കണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊക്കെ നാം ഓരോരുത്തരും ചിന്തിക്കുക. അതിനനുസരിച്ച് നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഒരു ആക്റ്റീവ് യൂസർ. നമ്മൾക്കൊരു ആക്റ്റീവ് യൂസറായിട്ട് ബിസിനസ് അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? ഒരു 1 ടൈം പർച്ചേസ് ആണ്, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്, അൺലിമിറ്റഡ് വരുമാനാണ്. വെറും 3,999 രൂപ പ്ലസ് 18% GST കൊടുത്ത് ടോട്ടൽ 4,719 രൂപയ്ക്ക് നമ്മൾ ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നു. ആപ്ലിക്കേഷൻ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാട്ടോ. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് UPI അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും, അതൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ കമ്പനി അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് അയച്ചു കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് സ്പോട്ടിൽ വാങ്ങിക്കാം. 18% GST ബില്ല് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇനി അതല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് വെബ്സൈറ്റ് ഉണ്ട് mysaveapp.com, അതിൽ പോയാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നു. അതുകൂടാതെ ഒരു മിനി വെബ്സൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഒരു മിനി വെബ്സൈറ്റ്, അത് ഈ ഒരു പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കാണ് അത് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ അത് ബിൽഡ് ചെയ്യാൻ ആ ഒരു വെബ് കാർഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 4,500ഓളം പർച്ചേസ് പോയിന്റ് നമ്മളിലേക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, 4 തരത്തിലുള്ള വർക്കിംഗ് ഇൻകം, ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം. എന്തൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ഇൻകം എന്ന് നോക്കാം. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ, ടീം വോളിയം ഇൻസെന്റീവ്, ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം. എങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മൾ ആരോടും പോയി പറയാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ പ്രൊഫൈൽ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. ആരോടും പോയി പറയാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, ആരോടും പോയി പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്.
ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീചാർജ് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ എത്ര പേര് വേണമെങ്കിലും നമുക്ക് നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാമെങ്കിൽ, ഒരേ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 800 രൂപ റെഫറൽ കമ്മീഷൻ കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തു, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടി. അതേപോലെ നമ്മൾ ഒരേ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ 800 രൂപ റെഫറൽ കമ്മീഷൻ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ റെഫർ ചെയ്തതിന്റെ വെരി നെക്സ്റ്റ് ഡേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ് എങ്കിൽ, ഇന്ന് ഒരു ന്യൂ ജനറേഷൻ പോലും അല്ലെങ്കിൽ പുതിയ ആളുകൾ പോലും കടന്നു വരാൻ സാധ്യതയുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളരെ ഇഷ്ടത്തോടു കൂടി എല്ലാവരിലേക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് കൊടുത്തോളൂ, 800 രൂപ റെഫറൽ കമ്മീഷൻ അല്ലെ. രണ്ടാമത് എന്താണ്? ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്. നമ്മുടെ ഡൗൺലൈനിൽ നടക്കുമ്പോൾ, ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ലെവൽ ഇൻകം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് കേട്ടോ ഈ ലെവൽ ഇൻകം. കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ലെവൽ ഇൻകം എത്രയാ? 50 രൂപ. രണ്ടാമത് 10 രൂപ. മൂന്നാമത് 20 രൂപ. നാലാമത് 30 രൂപ. വീണ്ടും 10, 20, 30. വീണ്ടും 10, 20, 30. വീണ്ടും 10, 20, 30 എങ്കിൽ 13ാമത്തെ ലെവൽ 30 രൂപയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്ന് കേൾക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഈ ലെവൽ ഇൻകത്തിന്റെ ഒരു പവർ ഞാൻ പറഞ്ഞോട്ടെ. നമ്മളൊരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, 4 പേരെ പഠിപ്പിക്കുകയാണെങ്കിൽ, 4 പേരെ കൂടെ നിർത്തുകയാണെങ്കിൽ, ആ 4 പേർക്ക് ഒരു 4 പേരെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ 4 പേരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ആ 4 പേർക്ക് കൊടുത്ത് 16 പേരാകുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ നോക്കി, ആ 16 പേരും ഒരു 4 പേർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കി, അങ്ങനെ 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു 13 ലെവലിൽ കിട്ടുന്ന ലെവൽ ഇൻകത്തിന്റെ ഒരു പവർ, സാധ്യത ഞാൻ പറയുന്നു 242 കോടി രൂപ ലെവലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ ആണ്. ഇവിടെ ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ, ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ, ഇത്രയും കോടികൾ ഉണ്ടാക്കാൻ ആരും കിട്ടുന്ന കാശ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യണ്ട. ആരും വീണ്ടും കുറെ കാശ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട കേട്ടോ. ഓൺലി വൺ ടൈം ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു 4 പേരെ കൊണ്ട് അല്ലെങ്കിൽ 4 പേർക്ക് നല്ലൊരു അവസരം കൊടുത്ത് അങ്ങനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കാനുള്ള അവസരം ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ 4 പകരം നമ്മൾ കൂടുതൽ ആളുകൾക്ക് കൊടുത്ത് അവരൊക്കെ അങ്ങ് പഠിപ്പിച്ച് അവരങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വരുമാനം നമ്മൾ ഓരോരുത്തരും ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോളൂ. ഓക്കെ, മൂന്നാമത്തെ ഇൻകം എന്താണ്? ആ ലെവൽ ഇൻകത്തിന്റെ ഒരു പവറാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ലെവൽ ഇൻകത്തിന്റെ നമുക്ക് റഫലിന് ഒരു ലിമിറ്റ് ഇല്ല. നോ റഫൽ ലിമിറ്റ്, നോ ടൈം ലിമിറ്റ്, അൺലിമിറ്റഡ് ഇൻകം അല്ലേ. ഇതിലൊന്ന് നോക്കിയേ, നിങ്ങളെല്ലാവരും ആ ലെവൽ ഇൻകം 13 ലെവലിൽ കൊടുത്ത ലെവൽ ഇൻകം, ഇത് നമുക്കൊക്കെ കണക്കറിയുന്നതാണ്. നമുക്കൊക്കെ കണക്ക് കൂട്ടി നോക്കാട്ടോ. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ ഒരു 250 ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട, 242 ഒന്നും. ആവശ്യമുള്ളത് എന്താണോ അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് എന്താണ് കിട്ടാൻ പോകുന്നത്? ടീം ബിൽഡിംഗ് കമ്മീഷൻ. നമ്മൾ പറയും ബൈനറി ഇൻകം അല്ലെങ്കിൽ മാച്ചിങ് എന്നൊക്കെ പറയില്ലേ, അതന്നെ. എന്നാ ഓരോ മാച്ചിങ്ങിന് നമുക്ക് 400 രൂപ വെച്ച് കിട്ടുന്നു ബൈനറി ഇൻകം. നമ്മൾ റഫൽ ഇൻകം കിട്ടാൻ റൈറ്റും ലെഫ്റ്റും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ലെവൽ ഇൻകം കിട്ടാനും റൈറ്റും ലെഫ്റ്റും ഒന്നും വേണമെന്നില്ല, സിംഗിൾ ലൈൻ പോയാലും കിട്ടുന്ന ഇൻകം ആണ്. നമ്മൾ രണ്ട് സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ, റൈറ്റും ലെഫ്റ്റും ബിസിനസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ബൈനറിക്കും നമുക്ക് 400 രൂപയാണ് തുടക്കത്തിൽ കിട്ടുന്നത്. അത് പിന്നെ ഇങ്ങനെ കൂടിയിട്ട് 600ലേക്ക് എത്തുന്നുണ്ട്. മിനിമം ഒരു സീലിംഗ് പറയുന്നു 10,000 രൂപയാണ്. അതൊരു 15,000 രൂപയിലേക്ക് എത്തുന്നുണ്ട്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ് ആരംഭിച്ച വ്യക്തിയാണെങ്കിൽ ഒരു വർക്കിംഗ് ഐഡിയിലൂടെ മിനിമം 3 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ നമുക്ക് പെർ മന്ത് ബൈനറി ഇൻകം മാത്രം ഇതിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നാലാമത്തെ ബെനിഫിറ്റ് എന്താണ്? ടീം വോളിയം ഇൻസെന്റീവ്. റാങ്ക് ഇൻസെന്റീവ്. കമ്പനി നമുക്ക് 14 റാങ്കിലായിട്ട് റെക്കഗ്നേഷൻ തരികയാണ്.
ഓരോ റാങ്കിനും ഓരോ പേരുണ്ട്. നമ്മുടെ ബൈനറിയുടെ വോളിയം വെച്ചിട്ട് തന്നെയാണ് അതിന്റെ വോളിയം കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഓരോ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓരോ ഇൻസെന്റീവ് കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ 14 റാങ്ക്. ഈ ടോട്ടൽ 14 റാങ്കിൽ നിന്ന് 10 കോടി രൂപ ഇൻസെന്റീവിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഇൻസെന്റീവ് പ്രോഗ്രാം കൂടി ഇതിനുള്ളിലുണ്ടെങ്കിൽ നോ ടൈം ലിമിറ്റ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്പനിയിലെ 1ാമത്തെ റാങ്ക്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്പനിയിലെ 1ാമത്തെ റാങ്ക്. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റിൽ 4, ലെഫ്റ്റിൽ 4 വരുമ്പോൾ 4 ബൈനറി മാച്ച് ചെയ്തു. അപ്പോൾ കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി. ആ സമയത്ത് നമുക്കൊരു 500 രൂപ ഇൻസെന്റീവ്. വീണ്ടും 4ൽ നിന്ന് 12ലേക്ക് എത്തുമ്പോൾ കമ്പനിയിലെ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകുന്നു. ആ ടൈമിൽ ഒരു 1000 രൂപ ഇൻസെന്റീവ്. വീണ്ടും 12ൽ നിന്ന് 30ലേക്ക് എത്തുമ്പോൾ മാർക്കറ്റിംഗ് ഓഫീസർ ആകുന്നു. ആ ടൈമിൽ ഒരു 2000 രൂപ ഇൻസെന്റീവ്. അതിൽ നിന്ന് 30ൽ നിന്ന് 80ലേക്ക് എത്തുമ്പോൾ നമ്മൾ സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ ആകുന്നു. ആ ടൈമിൽ ഒരു 4000 രൂപ ഇൻസെന്റീവ്. അതുകൂടാതെ ടീം ഡെവലപ്മെന്റ് ഓഫീസർ ആകുന്നു. 200 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ ആ ടൈമിൽ നമുക്കൊരു 10,000, അങ്ങനെ പിന്നീട് 20,000, അങ്ങനെ 40,000-ത്തിലെത്തുന്നു. പിന്നീട് 1.5 ലക്ഷം, 5, 10, 20, 50, അങ്ങനെ പോയിട്ട് ടോട്ടൽ 14 റാങ്കിൽ കൂടി 10 കോടി രൂപ ഇൻസെന്റീവ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇൻസെന്റീവ് പ്രോഗ്രാം എങ്കിൽ നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തു അല്ലേ? അങ്ങനെ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്ത് നമ്മൾ അങ്ങൊരു നല്ലൊരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞു ഫ്രീ യൂസർക്ക് 1% 20 ലെവലെങ്കിൽ, നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന മൊത്തം ആളുകള് ഫ്രീ യൂസർ ആണെങ്കിൽ പോലും അവരൊക്കെ അങ്ങ് ഈ ഒരു സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് റെഫർ ചെയ്ത് അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ ടീം ഉണ്ടാക്കി അങ്ങനെ വരുന്ന എല്ലാവരും ഓരോ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും 20 ലെവലിൽ നിന്ന് കിട്ടുന്ന റീചാർജിന്റെ ഒരു ഇങ്കാണ് 2,93,601 രൂപ എങ്കിൽ ഓരോ 28 ദിവസം കൂടുമ്പോഴും നമുക്ക് കിട്ടൂട്ടോ. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ 2 പേർക്ക് കൊടുക്കാൻ എത്ര ടൈം വേണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രീ ആയിട്ട് റെഫർ ലിങ്ക് കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുക, ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, റീചാർജ് ചെയ്യിപ്പിക്കുക. അല്ലാതെ കാശ് വാങ്ങിക്കാനല്ല പറയുന്നത്. ഫ്രീ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു ആക്റ്റീവ് യൂസർക്ക് 2ന് പകരം 3, 4, 5, 10 ഒക്കെ പേർക്ക് കൊടുത്തങ്ങ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ഒരു ബിസിനസ് അങ്ങ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റീചാർജിന്റെ ഇങ്ക് എത്രത്തോളം ഉണ്ടാകും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പവർ പോലെ ഓരോരുത്തരും ഏറ്റെടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, വളരെ ഇഷ്ടത്തോടു കൂടി ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്നതാണ് ഫാമിലി യൂസറിലേക്ക്. തീർച്ചയായിട്ടും പറയാണ്, നമ്മൾ വരുമാനം ആഗ്രഹിക്കുന്നു, നല്ല ബിസിനസ് ആഗ്രഹിക്കുന്നു, നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കി കൃത്യമായി ഇതിന്റെ സാധ്യത നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് പോലും കളയാതെ ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നമ്മൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പല തരത്തിലും നമുക്ക് മീറ്റിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഒക്കെ കിട്ടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇത് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്ലേ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട് അല്ലെ? എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എങ്കിൽ പല ആളുകളും ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. പല ആളുകളും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. പല ആളുകളും ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട്. പല ആളുകളും ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ 2ഉം 3ഉം ആപ്പ് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എങ്കിൽ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കമ്പനി പറയുന്നു, ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം, ആപ്പ് ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാം. 2 എണ്ണം വാങ്ങിച്ചാലോ ക്യാഷ് ബാക്ക് ഉണ്ട്. നമ്മുടെ പേരിൽ തന്നെ 2 എണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് രണ്ടാമത് നമ്മൾ തന്നെ വാങ്ങിക്കുമ്പോൾ ഒരു 800 + 50, 800 രൂപ സെയിൽസ് കമ്മീഷൻ ആയിട്ടും 50 രൂപ ലെവൽ ഇൻകം ആയിട്ട് ജനറേഷൻ ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? അങ്ങനെ കമ്പനി പറയുന്നു, നിങ്ങൾ 3 എണ്ണം മിനിമം നിങ്ങളുടെ പേരിൽ വാങ്ങിക്കുകയാണെങ്കിൽ 3 ആപ്ലിക്കേഷൻ മിനിമം നിങ്ങളുടെ പേരിൽ തന്നെ, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അതേപോലെ തന്നെ മെയിൽ ID, യൂസർ നെയിം, പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ പേരിൽ തന്നെ 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഫാമിലി യൂസർ ആകുന്നത്. ഫാമിലി യൂസർ ആകുന്നത് വൺ ടൈം പർച്ചേസ് ആണ് കേട്ടോ.
11,997 രൂപ പ്ലസ് 18% GST കൊടുത്ത് ടോട്ടൽ 14,157 രൂപയ്ക്ക് ഈ കമ്പനിയുടെ ഒരു ഫാമിലി യൂസർ ആയിട്ട് മാറാം. 3 ആപ്ലിക്കേഷൻ കിട്ടുന്നു. 3 ആപ്ലിക്കേഷൻ നമ്മുടെ ഫാമിലിക്ക് അത് ഉപയോഗിക്കാം. അതുകൂടാതെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന മിനി വെബ്സൈറ്റ് ഇല്ലേ, അത് 3 എണ്ണം കിട്ടുന്നു. ഇത് പർച്ചേസ് ചെയ്ത GST ബില്ല് നമുക്ക് കിട്ടുന്നു. അതുകൂടാതെ 14,500 പർച്ചേസ് ഫണ്ട് തരുന്നു. അതുകൂടാതെ 3 വർക്കിംഗ് ID തരുന്നു. 3 വർക്കിംഗ് IDയിൽ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും, നമ്മുടെ പേഴ്സണൽ സെയിൽസ് കമ്മീഷനും അതേപോലെ തന്നെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും, ടീം ബിൽഡിംഗ് കമ്മീഷൻ, റാങ്ക് ഇൻസെന്റീവുകൾ, ക്ലബ് ബോണസുകൾ, അതെല്ലാം 3 വർക്കിംഗ് IDയിലും എൻജോയ് ചെയ്യാം. 3 വർക്കിംഗ് IDയിൽ നമുക്ക് റീചാർജിന്റെ ലെവലിംഗും അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാം. അതുകൂടാതെ നമുക്ക് ലഭിക്കുന്നു 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിച്ചതിന്റെ പേരിൽ നമ്മുടെ ടീമില്, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന എത്രത്തോളം ആളുകളുണ്ടോ, നമ്മൾ നേരിട്ട് എത്ര പേർക്കാണോ കൊടുത്തിട്ടുള്ളത്, അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഫ്രീ യൂസർ ആണെങ്കിലും, അവരിൽ നിന്ന് ആരംഭിക്കുന്ന ആക്റ്റീവ് യൂസർ ആണെങ്കിലും, അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഫാമിലി യൂസർ ആണെങ്കിലും, ഇവരൊക്കെ അങ്ങ് ഈ ഒരു സേവ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യൂലേ, ആ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വരുമാനം കിട്ടില്ലേ, ആ കിട്ടുന്ന വരുമാനത്തിന്റെ 3% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു ഫാമിലി യൂസർ ആയിട്ട് നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾ ഫ്രീ യൂസർ ആയാലും അവരൊക്കെ ഈ ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ പോലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാം. അതിന്റെ ഒരു സാധ്യത പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി പറയാണ് കേട്ടോ. മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ റീചാർജിനും നമ്മളിൽ നിന്ന് ഓരോ ദിവസവും കാശ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും Paytm ആണെങ്കിലും മറ്റു പല കമ്പനിയുടെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്. അവരുടെ പ്രോഗ്രാം അല്ല ഈ മൊബൈൽ റീചാർജ്. മൊബൈൽ റീചാർജ് ആരുടെ പ്രോഗ്രാമാണ്? ജിയോ, എയർടെൽ, VI, BSNL അവരുടെ പ്രോഗ്രാമാണ്. എങ്കിൽ ആരെല്ലാം സർവീസ് കൊടുക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട്. മിനിമം നമ്മളിൽ നിന്ന് ഓരോ 28 ദിവസം കൂടുമ്പോഴും 35 രൂപ 5 റീചാർജ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് റീചാർജിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അത് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജിനും മിനിമം ഒരു 299 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 രൂപ എങ്കിലും മിനിമം ആർക്ക് കിട്ടുന്നുണ്ട്? ആരാണോ സർവീസ് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിൾ പേയിലൂടെ നമ്മൾ ഒരു റീചാർജ് ചെയ്യുമ്പോൾ മിനിമം 5 രൂപ ഗൂഗിൾ പേക്ക് BSNL കൊടുക്കുന്നുണ്ട്, എയർടെൽ കൊടുക്കുന്നുണ്ട്, VI കൊടുക്കുന്നുണ്ട്. 5 എന്നുള്ളത് ഞാൻ പറയുമ്പോ 5 അല്ല കേട്ടോ, 6, 7, 8, 9, 10, 15 വരെയൊക്കെ ആവാമെങ്കിൽ നമ്മൾ ഒരു 5 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് 5 മൊബൈൽ റീചാർജ് ഉണ്ടെങ്കിൽ 5 × 5 എത്രയാ? 25 രൂപ. ഗൂഗിൾ പേ ഇപ്പൊ ഒരു റീചാർജിന് എത്ര രൂപ അധികമായിട്ട് വാങ്ങിക്കുന്നുണ്ട്? 1.90. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 റീചാർജ് ഉണ്ടെങ്കിൽ 5 × 1.90 എത്രയാ? 10 രൂപ. അങ്ങനെയാണെങ്കിൽ 10 + 25 എത്രയായി? 35 രൂപ നമ്മൾ കൊടുക്കുകയാണ് ഓരോ 28 ദിവസം കൂടുമ്പോഴും. എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് റീചാർജുകൾ ഇൻറ്റു ഈ കാശ് നമ്മളിൽ നിന്ന് പോകുമ്പോ 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ ഈ ഒരു സേവ് ആപ്പിലൂടെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടതില്ല. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് റീചാർജ് ചെയ്താൽ മതി. അതേപോലെ ഗൂഗിൾ പേക്കും ഫോൺ പേക്കും Paytm-നൊക്കെ വരുമാനം കിട്ടുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ IT കമ്പനിക്കും വരുമാനം കിട്ടുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സുകളും ഒക്കെ ഇപ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണോ റീചാർജ് ചെയ്യുന്നത് അതൊന്നും അങ്ങ് മാറ്റിവെച്ച് ഇനി മുതൽ ഈ കമ്പനി പറയുന്ന തികച്ചും നമ്മുടെ ഈ കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനത്തിന്റെ 90% ഇത് മാർക്കറ്റ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കുന്നവരിലേക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും.
അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ കാണിച്ചു, വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ലേ, ആ പ്രൊഡക്റ്റിന്റെ 85 മുതൽ 90% ഇത് മാർക്കറ്റ് ചെയ്യുന്നവരിലേക്ക് തന്നെ പലതരത്തിലുള്ള ഇൻകം ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ, ഫുൾ ലൈവ് ആണ്, എല്ലാം ലൈവിലുള്ള പ്രോഗ്രാം ആണ്, എല്ലാം റൺ ആണ്. ഇതിന്റെ പറഞ്ഞ ഓരോ ബെനിഫിറ്റും ഓരോരുത്തരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വന്നു. നമ്മൾ അറിയാം, ഒരു വീട്ടില് 2ഉം 3ഉം 4ഉം 5ഉം റീചാർജ് ഇല്ലേ, 3ഉം 4ഉം 5ഉം 10ഉം ഇല്ലേ ഓരോ വീട്ടില്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേട്ടോളൂ. നമ്മൾ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വന്നു. നമ്മൾ മിനിമം ഒരു 2 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. ആ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. ആ 8 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. ആ 16 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്ത് 20 ലെവലിൽ ഒരു ടീം ഉണ്ടാക്കുന്നു. ആ വരുന്ന എല്ലാവരെ കൊണ്ടും ഒരു 4 മൊബൈൽ റീചാർജ് വീതം നിങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ചെയ്യാനുള്ള കാര്യമല്ലേ ഉള്ളൂ. ആരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാനല്ല കേട്ടോ പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന മൊബൈൽ റീചാർജ് ഇല്ലേ, അത് ഈ ഒരു ആപ്പിലൂടെ ചെയ്യേണ്ട കാര്യം മാത്രമേ പറയുന്നത്. നമ്മൾ പറയാൻ തയ്യാറാണെങ്കിൽ, കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ മാർക്കറ്റിലുണ്ട് എങ്കിൽ, 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്ത് വരുന്ന എല്ലാവരും 4 മൊബൈൽ റീചാർജ് വീതം സേവ് ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ കിട്ടുന്ന റീചാർജിന്റെ ലെവലിംഗ് എത്രയെന്നറിയോ? 17.5 17 ലക്ഷം രൂപ പെർ മന്ത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ, സിമ്പിളായിട്ട് തോന്നുന്നു അല്ലേ? എങ്കിൽ ആരോടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ അല്ല ഞാൻ പറയുന്നതും പഠിപ്പിക്കുന്നതും. നമ്മൾ കേട്ട് മനസ്സിലാക്കി ഇതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റും. എന്തുണ്ടാക്കാൻ പറ്റും? വരുമാനം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും വർഷങ്ങൾ ടൈം എടുത്ത് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ട് ഒരുപാട് ടെസ്റ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ 2024 ജനുവരി 13 മുതലാണ് ഈ മൊബൈൽ റീചാർജും DTH റീചാർജും ഒക്കെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഓരോന്നായിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിലൂടെ ഒക്കെ നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. 35 വർഷം സോഫ്റ്റ്വെയർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി. ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തർക്കും നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ പ്രോഗ്രാം കേൾക്കാനും അതേപോലെ തന്നെ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാനും ഓരോ മാസവും 2 ഫിസിക്കൽ പ്രോഗ്രാം നേരിട്ട് കമ്പനി തരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കമ്പനിയുടെ MD നമ്മുടെ കൂടെ ഉണ്ടാകും. അത് നിങ്ങൾ കേൾക്കാനും അത് എപ്പോഴാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആരാണോ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് തന്നത് അവരുമായി കോണ്ടാക്ട് ചെയ്ത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം എന്നാണെന്ന് കൃത്യമായി ഗ്രൂപ്പിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഈ ഒരു ഫാമിലി യൂസർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി കാത്തിരിക്കുന്നുണ്ട്. സീനിയോറിറ്റി ലെവലില് ആദ്യം കടന്നു വരുന്നവരിലേക്കാണ് ആ നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത്. കമ്പനി പറയുന്നു 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മുടെ പേരിൽ തന്നെ 3 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു 2100 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഒന്ന് വാങ്ങിച്ചു, പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ പേരിൽ തന്നെ 2 എണ്ണം, അങ്ങനെ ഒരുമിച്ച് 3 എണ്ണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു 2100 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന സിസ്റ്റം ഇതിനുള്ളിലുണ്ട്. അത് അങ്ങ് വേണ്ട എന്ന് വെച്ചാൽ അതിൽ 2100-ല് 2000 രൂപ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. 100 രൂപ നമുക്ക് നെക്സ്റ്റ് പേ ഔട്ട് വരുമ്പോ ഇൻകം വരുന്ന സമയത്ത് അതിന്റെ കൂടെ അത് വരുന്നതായിരിക്കും ആ 100 രൂപ. പക്ഷെ 2000 രൂപ നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ സീനിയോറിറ്റി ലെവലില് ആദ്യം വരുന്നവരുടെ ആ ഒരു സീനിയോറിറ്റി ലെവലില് നമുക്ക് 3 ടൈമിലായിട്ട് ഒരു നല്ലൊരു ബെനിഫിറ്റും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ആദ്യം കിട്ടുന്നത് ഒരു 12000 രൂപ, രണ്ടാമത് കിട്ടുന്നത് ഒരു 60000 രൂപ, മൂന്നാമത് കിട്ടുന്നത് ഒരു 2,40,000 രൂപ. ടോട്ടൽ 3,12,000 രൂപ ഒരു ഫാമിലി പാക്കേജ് എടുത്തുകൊണ്ട് ഈ ബിസിനസ് അങ്ങ് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് സീനിയോറിറ്റി ലെവലിൽ കിട്ടുന്നതായിരിക്കും. എങ്ങനെ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക.
ഈ കമ്പനിയില് ഈ പ്രോഗ്രാമില് 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിച്ചു വരുന്ന വ്യക്തികളെ എല്ലാം ഒരു സിംഗിൾ ലൈനിലേക്ക് കമ്പനി പ്ലേസ്മെന്റ് ചെയ്യുന്നു. ആരുടെ ടീം എവിടുന്ന് എന്നുള്ളതൊന്നുമില്ല. കമ്പനിയിൽ എവിടുന്ന് വരുന്നതാണെങ്കിലും ഒരൊറ്റ സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം കടന്നു വരുന്നവരൊക്കെ ആ ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ആകും. അപ്പൊ ആദ്യം വരുന്നവരിലേക്കാണ് സീനിയോറിറ്റി കിട്ടുന്നത് എങ്കിൽ കമ്പനി പറയുന്നു ആദ്യം 12,000 കിട്ടുന്നത് ഒരു 8ന്റെ ബ്ലോക്കാണ്. ഓരോ 8 പേര് വരുമ്പോ ഓരോ 8 പേര് ഫാമിലി പാക്കേജ് എടുത്ത് കടന്നു വരുമ്പോ ഏറ്റവും മുകളിൽ നിന്ന് ഓരോ വ്യക്തികൾക്ക് 12,000 കിട്ടുന്നു. അങ്ങനെ ഓരോ 8 പേര് വരുമ്പോഴും 12,000 കിട്ടുന്നു. 12,000 കിട്ടിയ ആളുകളൊക്കെ രണ്ടാമത്തെ നോൺ വർക്കിംഗ് ഇൻകത്തിലേക്ക് എൻട്രി ആകുന്നു. അവിടെ 16ന്റെ ബ്ലോക്കാണ് വരുന്നത്. 12,000 കിട്ടിയ 16 പേര് വരുമ്പോ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിക്ക് 60,000 കിട്ടുന്നു. വീണ്ടും 16 പേര് വരുന്നു, 60,000 കിട്ടുന്നു. വീണ്ടും 16, 60,000. അങ്ങനെ 60,000 കിട്ടിയ ആളുകളൊക്കെ മൂന്നാമത്തെ നോൺ വർക്കിംഗ് ഇൻകത്തിലേക്ക് എൻട്രി ആകുമ്പോ അവിടെ വരുന്നത് 24ന്റെ ബ്ലോക്കാണ്. അവിടെ 24ന്റെ ബ്ലോക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും 2,40,40,000. അങ്ങനെ ഒരു ഫാമിലി പാക്കേജ് എടുത്ത വ്യക്തിക്ക് 3,12,000 രൂപ സീനിയോറിറ്റി ലെവലിൽ കിട്ടുന്നതാണ്. ഇതിന്റെ ടൈം ലിമിറ്റ് കമ്പനിക്കോ ലീഡേഴ്സിനോ ആർക്കും പറയാൻ പറ്റുന്നതല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിന്റെ സ്പീഡ്, എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഈ കമ്പനിയിൽ ഫാമിലി പാക്കേജ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് കടന്നു വരുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മളിലേക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഈ കമ്പനിയുടെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ 3 ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണെങ്കിൽ അതിന്റെ സാധ്യത മനസ്സിലാക്കി ഇപ്പോൾ വിരലിലെണ്ണാകുന്ന വെറും 600 700 ഉള്ളിൽ മാത്രമാണ് ഇപ്പോൾ ഫാമിലി പാക്കേജ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ സ്പീഡ്, അതിന്റെ കറക്കം വളരെയധികം ഫാസ്റ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഓരോരുത്തരും അതിനുള്ളിലേക്ക് കടന്നു വരിക, ആ സീനിയോറിറ്റി ഉറപ്പിക്കുക. തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു. എങ്കിൽ നെക്സ്റ്റ് നമുക്ക് ക്ലബ് ബോണസിലേക്ക് കടക്കാം. എന്താണ് ക്ലബ് ബോണസ്? ഞാൻ നേരത്തെ പറഞ്ഞു 400 രൂപയാണ് നമുക്ക് ടീം ബിൽഡിംഗ് കമ്മീഷൻ ബൈനറി അല്ലെ. അത് 600ലേക്ക് എത്തുന്നു. ആരും ടോപ്പ് അപ്പ് ചെയ്യേണ്ട കേട്ടോ, ആരും വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട കേട്ടോ, ആരും വീണ്ടും കൂടുതൽ കാശ് കിട്ടാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ കൂടെ വന്ന 2 പേര്, അതിൽ ഒരാൾ റൈറ്റിലും ഒരാൾ ലെഫ്റ്റിലും കമ്പനിയിലെ 1ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്ക് എത്തിച്ചാൽ നമ്മൾ പില്ലേഴ്സ് ക്ലബിലേക്ക് എത്തുന്നു. ആ ടൈമിൽ 400 ബൈനറി ഉള്ളത് 440 ആക്കി തരുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന 2 പേര്, അതിൽ ഒരാൾ റൈറ്റിലും ഒരാൾ ലെഫ്റ്റിലും കമ്പനിയിലെ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി 12 ബൈനറി മാച്ച് ചെയ്ത രണ്ടാമത്തെ റാങ്കിലേക്ക് എത്തിയാൽ അന്ന് മുതൽ നമ്മൾ ബ്ലൂമേഴ്സ് ക്ലബിലേക്ക് എത്തുന്നു. മിനിമം 480 ആകുന്നു നമ്മുടെ ബൈനറി ഇൻകം. അങ്ങനെ ലീഡേഴ്സ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരിട്ട് കൊണ്ടുവന്ന 2 പേര്, കമ്പനിയിലെ 3ാമത്തെ റാങ്ക്, 30 ബൈനറി മാച്ച് ചെയ്യുന്ന 2 പേരെ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മുതൽ നമ്മുടെ ബൈനറി ഇൻകം 520 ആകുന്നു. അങ്ങനെ 4ാമത്തേതിലേക്ക് എത്തിച്ചാൽ 560, 5ാമത്തേതിലേക്ക് എത്തിച്ചാൽ 600 രൂപ ആയിരിക്കും നമ്മുടെ ബൈനറി ഇൻകം. 10,000 സീലിംഗ് പറഞ്ഞത് 15,000 ആയി, 400 പറഞ്ഞത് 600ലേക്ക് എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സിസ്റ്റത്തിന്റെ കോർ കമ്മിറ്റി മെമ്പർ ആവാനുള്ള അവസരമുണ്ട്. എന്താ വേണ്ടത്? ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാൻ ഒരു CC ആണ് വേണ്ടത്. നമ്മൾ ഒരു ഫാമിലി യൂസർ ആവുക. നമ്മൾ ഒരു ഫാമിലി യൂസർ ആവുന്നു. നമ്മൾ നേരിട്ട് 10 പേർക്ക് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നു. 10 പേര് ഫാമിലി പാക്കേജ് എടുത്താൽ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു കോർ കമ്മിറ്റി മെമ്പറിൽ എത്തുന്നു. നമ്മൾ ഫാമിലി പാക്കേജ് എടുത്ത് 90 ദിവസത്തിനുള്ളിൽ എന്താവണം? 10 പേർക്ക് കൊടുക്കണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കോർ കമ്മിറ്റി ക്ലബിലെത്തുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇല്ലേ, നമ്മൾ കൊടുക്കുന്ന റഫറൽ ഇൻകം, നമുക്ക് കിട്ടുന്ന ലെവൽ ഇൻകം, നമുക്ക് കിട്ടുന്ന മാച്ചിങ്, അങ്ങനെ ടോട്ടൽ ഒരു മാസത്തിൽ എത്ര രൂപയാണ് കിട്ടുന്നത്? ആ ഒരു എമൗണ്ടിന്റെ 5% മന്ത്ലി ഇൻകം ആയിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ വീണ്ടും എടുത്തു പറയാണ്, ഇന്നല്ലെങ്കിൽ നാളെ
ഫോളോ അപ്പിലൂടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറുമ്പോൾ, എല്ലാവരും ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, അങ്ങനെ വലിയ വലിയ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുന്ന ഒരു ആപ്പ് ആയിട്ട് മാറുമ്പോൾ അതിലൂടെ കമ്പനിക്ക് വരുമാനം കിട്ടില്ലേ? ആ വരുമാനത്തിന്റെ 10% കോർ കമ്മിറ്റി മെമ്പേഴ്സിനുള്ളതാണ്. തുല്യമായി എൻജോയ് ചെയ്യാൻ പറ്റും എങ്കിൽ, വളരെയധികം വലിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വെറും നമ്മൾ ഒരു ഫാമിലി യൂസർ ആയിട്ട് 10 പേർക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ 10 പേരുടെ റഫലിംഗ് നമുക്ക് കിട്ടി, അതിന്റെ ലെവലിംഗ് നമുക്ക് കിട്ടി, അതിന്റെ മാച്ചിങ് നമുക്ക് കിട്ടി, അതിന്റെ ഇൻസെന്റീവ് നമുക്ക് കിട്ടി, അതെല്ലാം സ്പോട്ടിൽ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ആയി നിന്നാൽ നാളുകളിൽ നമുക്ക് വലിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഫാസ്റ്റ് ആയിട്ട് കോർ കമ്മിറ്റിയിലേക്ക് എത്തുക. ഇപ്പോൾ നമുക്കറിയാം 17 പേര് മാത്രമേ ഈ ഒരു കോർ കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ആര് വേണം, എപ്പോ വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചോളൂ. നെക്സ്റ്റ്, ഈ കമ്പനിയുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്, സേവ് കാർട്ട്. അതിലൂടെയും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഈ കോർ കമ്മിറ്റി മെമ്പേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി കടന്നു വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാലോ DCM ബോണസ്. നമുക്കൊരു DCM ആവാനുള്ള അവസരം ഉണ്ട് കേട്ടോ. എന്താ വേണ്ടത്? നമ്മൾ ഒരു DCM ആയിട്ട് നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന 10 പേര് കോർ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിലെ DCM ആകുന്നു. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതിന്റെ ബിസിനസ് പ്ലാന്, ഇതിന്റെ പ്രൊഡക്റ്റ്, ഇതിന്റെ സിസ്റ്റം എല്ലാം ലൈവ് ആണ്. ഇതിൽ റഫൽ ഇൻകം കിട്ടിയവരുണ്ട്, ഇതിന്റെ ലെവൽ ഇൻകം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇതിന്റെ ഇൻസെന്റീവ് വാങ്ങിച്ചവരുണ്ട്, ഇതിന്റെ ക്ലബ് ബോണസുകൾ വാങ്ങിച്ചവരുണ്ട്, ഇതിന്റെ CCM ബോണസ് വാങ്ങിച്ചവരുണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ നോൺ വർക്കിംഗ് ഇൻകം വാങ്ങിച്ചവരുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഫുൾ ലൈവ് ആണ് കേട്ടോ. ഇനി ഈ കമ്പനി ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സേവ് ആപ്പ്, തികച്ചും ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എങ്കിൽ ഇനി ഒരു സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, കമ്മിങ് സൂൺ. തീർച്ചയായിട്ടും ഒരുപാട് ഐറ്റംസുകൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ ഒരു കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ സോഫ്റ്റ്വെയറുകളും ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഗ്രോസറി ഐറ്റംസ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്റ്റെപ്പ് ആയിട്ട് വരുമ്പോ ആ പ്രൊഡക്റ്റിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഏതൊരു വ്യക്തിയും ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 500 പർച്ചേസ് പോയിന്റ് തരുന്നു. അത് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് 100 പർച്ചേസ് പോയിന്റ് കിട്ടുന്നു. ഫ്രീ യൂസർ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും 100 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇനി ആ ഫ്രീ യൂസർ ഏതെങ്കിലും കാലത്ത് ആക്റ്റീവ് ചെയ്യുകയാണെങ്കിലോ സ്പോൺസർക്ക് ഒരു 500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഇനി അതല്ല, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ഫ്രീ യൂസർ രജിസ്ട്രേഷൻ ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ, ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ കമ്പനി നമുക്ക് 4000 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾ 7 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ കമ്പനി പറയുന്നു 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2000 പർച്ചേസ് പോയിന്റ് കമ്പനി ഓഫർ ചെയ്യുന്നു. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു 1 ഇയർ പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ്? ഒരു ഓഫറാണ്. 2024 ഏപ്രിൽ 18-ാം തീയതി തുടങ്ങിയതാണ്. 31/3/2025 വരെ ഈ ഓഫർ ഉണ്ട് കേട്ടോ. എന്താണ്? ഈ കമ്പനിയിൽ 2025 മാർച്ച് 31 മുന്നേ ആരാണോ ഫസ്റ്റ് 4000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നത്, 4000 ബൈനറി മാച്ച് ചെയ്യുന്നത് ആരാണോ, അവർക്ക് 21 പവൻ ഗോൾഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് കമ്പനി തരുന്നത്. ആദ്യം എത്തുന്നത് ആരാണോ അവർക്ക് കിട്ടുന്നതാണ് 4000 ബിസിനസ് വോളിയം, അഥവാ 4000 ബൈനറി മാച്ച് ചെയ്യുന്ന വ്യക്തിക്കാണ് ഇത് കിട്ടുന്നത്. എന്നാണോ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അതിന്റെ നെക്സ്റ്റ് പ്രോഗ്രാമിന് തന്നെ നമുക്കിത് കൊണ്ടുപോകാവുന്നതാണ്. രണ്ടാമത് ഓടിയെത്തുന്ന ആൾക്ക്, രണ്ടാമത് 4000 ബിസിനസ് വോളിയം, 4000 ബൈനറി മാച്ച് ചെയ്യുന്ന വ്യക്തിക്ക് 11 പവൻ ഗോൾഡ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം എത്തുന്ന 20 പേർക്ക് എത്ര വോളിയാണ്? 500 വോളിയം. 500 ബൈനറി മാച്ച് ചെയ്യുന്ന ആദ്യം എത്തുന്ന 20 പേർക്ക് ഓരോ പവൻ ഗോൾഡ് വെച്ച് എൻജോയ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക, 26-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 100%
വളരെ പവർഫുൾ ആയിട്ട് റണ്ണായി കൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനി MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലീഗൽ പേപ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റ് ആണെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ പ്ലാൻ കേട്ടു, വളരെ പവർഫുൾ ആയിട്ടുള്ള പ്ലാന്. എങ്ങനെ പോയാലും ഇംഗത്തിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഞാൻ കൃത്യമായി പറയുന്നു, ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരാളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കേണ്ട കേട്ടോ. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം അല്ല ഇത്. കൃത്യമായി മനസ്സിലാക്കണം, ഇത് ഒരു പർച്ചേസ് ആണ്. നമ്മൾക്ക് ഈ കമ്പനിയുമായിട്ട് 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ IT കമ്പനിയുമായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിൽ അല്ലതല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ബിസിനസ് ചെയ്യണം, അസോസിയേറ്റ് ചെയ്യണം, ഇതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പർച്ചേസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കമ്പനി തരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഫ്രീ യൂസർ ആയിക്കോ, ബിസിനസ് ചെയ്തോ, വരുമാനം ഉണ്ടാക്കിക്കോളൂ. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് യൂസർ. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പർച്ചേസ് ചെയ്യാം ആക്റ്റീവ് യൂസർ ആയിട്ട് ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഫാമിലി യൂസർ. ഒരു ഫാമിലി യൂസർ ആയിട്ട് ബിസിനസ് ചെയ്താൽ ഏതെല്ലാം തരത്തിൽ ലിങ്ക് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാട്ടോ, നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാവുന്ന, എന്നും എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട്, ഇത്രയും ടൈം എടുത്ത് വളരെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, വെറും 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്, ഇനി ഏറിപ്പോയാൽ 30 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. എങ്കിൽ ഇത്രയും ടൈം എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സാധ്യത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ എന്നും ഏതൊരാളോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ നാം ഓരോരുത്തരാണ്, അല്ലേ? എങ്കിൽ നമ്മൾ ഇത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ടൈം കണ്ടെത്തണം. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ പറ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറയാറുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരാൾക്കും ഒരു തരത്തിലും നെഗറ്റീവ് ഇല്ലാത്ത ഒരു പ്രോഗ്രാമാണ്, ഫുള്ളായിട്ട് ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എങ്കിൽ നിങ്ങൾ കൃത്യമായി വീണ്ടും വീണ്ടും പറയുന്നു, വരുമാനം ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഇന്നു മുതൽ ഏറ്റെടുത്തോളൂ. നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. ഇന്ന് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ ഒരു IT കമ്പനി നമ്മൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിക്കോളൂ, കൃത്യമായി ഫോളോ അപ്പ് ചെയ്തോളൂ. കേൾക്കുന്ന പുതിയതായിട്ടുള്ള ആളുകൾ ഇതിന്റെ സാധ്യത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ സീനിയോട്ടിക്ക് ഒന്നുകിൽ ഫാമിലി യൂസർ ആയിട്ട് കടന്നു വരിക. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്റ്റീവ് യൂസർ ആയിക്കോളൂ. അതിനും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ യൂസർ ആയിട്ട് പോലും ബിസിനസ് ചെയ്തോളൂ, കാശ് ഉണ്ടാക്കിക്കോളൂ. ഫാസ്റ്റ് പേ ഔട്ട് ആണ് കേട്ടോ. ഇന്ന് റഫൽ ചെയ്താൽ നാളെ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാശാണ്. നമ്മുടെ റഫൽ ലിങ്കും നമ്മുടെ ടീം ബിൽഡിംഗ് കമ്മീഷനും അതേപോലെ തന്നെ നമ്മുടെ ലെവൽ ഇൻകം ജനറേഷൻ ഇൻസെന്റീവ് ഉണ്ടല്ലോ, അതും നമ്മുടെ റാങ്ക് ഇൻസെന്റീവുകളും ബുധനാഴ്ചകളിലാണ് നമുക്ക് കിട്ടുന്നത്. നോൺ വർക്കിംഗ് ഇൻകം അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് ബുധനാഴ്ചകളിലാണ് അത് അക്കൗണ്ടിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലബ് ബോണസ് മന്ത്ലി ആണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ.